മോളിൽ പോകാന്ന് വെച്ചാണ് എളുപ്പം കഴിക്കാം. ജ്യൂസ് എടുത്ത് പ്ലാൻസ്, പപ്പടി ചാറ്റ്, മട്ടൻ കബാബ്. ഞങ്ങൾ വൈകിട്ടത്തെ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു മോളിൽ പോകാനായിട്ട്, ഫീനിക്സ് മാർക്കറ്റ് സെറ്റ്. അവിടെ വന്നിട്ട് ഒരു മോളിൽ ആദ്യമായിട്ട് പോവാം. എൻ്റെ നിർബന്ധത്തിന് അച്ഛൻ ശ്രമിക്കുന്നത്. ഞാൻ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ സമയമായില്ല, 7 മണി പോലും ആയിട്ടില്ല. എനിക്ക് നേരത്തെ ഉറങ്ങണം. ഹോട്ടലിൽ ഫുഡ് കഴിക്കുക, ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ നമ്മളൊരു ഊബർ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, അത് വരുമ്പോൾ കയറിപ്പോം. ഓക്കെ, എന്താ? ഓക്കെ, ശരിക്കും ഓക്കെ ആണോ? ശരിക്കും ഓക്കെ. ഹോട്ടലിൻ്റെ ഫ്രണ്ട് കാണിക്കാം. ഇതാണ് ഹോട്ടൽ ഫ്രണ്ട്. ഇവിടെയാണ് സ്കാനിങ് ഒക്കെ നടക്കുന്നത്. ലഗേജ് എല്ലാം സ്കാൻ ചെയ്യും. എന്നിട്ട് അവരുടെ ബോഡി സ്കാനിങ് ഉണ്ട്. എല്ലാം കഴിഞ്ഞാൽ അവരകത്ത് കയറ്റി കൊടുക്കും. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർ കയറി വരുമ്പം കാണുന്ന താഴെ ബോംബുണ്ടോ എല്ലാം നോക്കിയിട്ട് അവർ കടത്തി കൊടുക്കുള്ളൂ. നല്ല മെഷീൻ നോക്കി എന്നിട്ട് അവരിങ്ങോട്ട് കടത്തി കൊടുക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ഫീനിക്സ് മോൾ പോയിട്ട് വരുക. അവിടെ സ്റ്റുഡിയോയിലും വെസ്റ്റ് സൈഡിലും റിലയൻസ് മാർട്ടിലും നമ്മൾ കയറി. നല്ല അടിപൊളി മോളായിരുന്നു. എവിടെ ബോട്ടോ? എല്ലാ കടകളും ഉണ്ട്. സൂപ്പറല്ല, നല്ല കടകളല്ല. പക്ഷെ ഇത് നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം എടുക്കും. ഒരു ദിവസം പോരെ, അത്രയ്ക്കും ഗ്രാൻഡ്. H&Mൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റ്. സെഫോറ ഉണ്ട് അവിടെ. അവിടുത്തെ H&Mൽ അല്ലാത്ത കളേഴ്സ് കിട്ടും. സെഫോറ വലിയ കടയുണ്ട്. ലക്കോസ്റ്റ് സൂപ്പർ ഡ്രൈ, നല്ല മണം. ഞാനങ്ങോട്ട് നടക്കാം. സൈമൺ കാർട്ടർ, ലക്കോസ്റ്റിൻ്റെ കട. പക്ഷെ നമ്മൾ കുറേ നേരം മുമ്പ് വരണം. കാരണം ഒരു കടയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ക്ഷണിക്കും. ഞാൻ 2 കടയിൽ എങ്ങനെ കയറണം? ഇത്രയൊക്കെ വാങ്ങിച്ചു. നിസാര ഇതൊരു മോൾ. ഇവിടുത്തെ ഇങ്ങനത്തെ കുറേ മോളുകൾ കാണുമല്ലോ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് പോകും. വിക്ടോറിയ സീക്രട്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എല്ലാവരും ഉണ്ട് ഇവിടെ.
റാലിയുടെയാണ്.